കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടനയായ ആശ 25ാം പിറന്നാൾ നിറവിലേക്ക്. മാർച്ച് 9-ന് പള്ളുരുത്തിയിൽ സംഘടിപ്പിക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേരള സർക്കാർ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് നിർവഹിക്കും. സംഗീത സംവിധായകൻ എം.കെ. അർജുനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആശയുടെ രജത ജൂബിലി ആഘോഷം ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളോടെ നടത്തുന്നതിനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് 9-ന് പള്ളുരുത്തി ഇ.കെ. നാരായണൻ സ്ക്വയറിൽ വെച്ച് നടത്തുന്ന ഉദ്ഘാടന സമ്മേളനം കേരള സർക്കാർ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് നിർവഹിക്കും. തുടർന്ന് 2026 ഫെബ്രുവരി 8 വരെ വിവിധ വേദികളിലായി കലാ സാംസ്കാരിക സാഹിത്യോത്സവങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ കലാകാരന്മാരുടെ സുന്ദരിയായിരുന്ന കുട്ടിയാണ്. 25 വയസ്സ് തികയുകയാണ്. ജനിച്ചപ്പോൾ ആ ജന്മത്തിൽ അന്ന് പലരും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. കാരണം ഇവിടെ ഒരു കലാസംഘടന കൊച്ചിയിൽ വളരെ അപ്രാപ്യമായ ഒരു കാര്യമാണ്. നടക്കില്ല. കൊച്ചിയിൽ നിന്ന് കലാകാരന്മാരും കലാകാരികളൊക്കെ പുറത്തുപോയി കലാസംഘടനകൾക്ക് കൊണ്ടുപോവുകയും സഹകരിക്കുകയും സഹായിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. കൊച്ചിയിൽ ഒരു കലാസംഘടന, അതായത് ആശ എന്നത് സുന്ദരിയായ പെൺകുട്ടി വളരുകയില്ല. കൂടിയാൽ ഒരു വയസ്സ് എന്നാണ് അന്നത്തെ പലരും മറന്നുപോയി, മറന്നുപോയി, ചിലരും പിരിഞ്ഞുപോയി, ചിലർ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ആ സുന്ദരിയെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തി വലുതാക്കി 25ാം വയസ്സിൽ എത്തിച്ചിരിക്കുകയാണ്. ഒത്തിരി സഹായങ്ങൾ മാധ്യമപ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതൊന്നും പറഞ്ഞോണ്ടല്ലോ പറയുന്നത്. രാവിലെ നടക്കുന്ന കരോക്കെ മലയാള ചലച്ചിത്രഗാന മത്സരം കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ഷീബ ഡ്യൂറോം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.